കേരളത്തിലെ രണ്ട് പ്രമുഖ ന്യൂസ് ചാനലുകളാണ് ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടിവിയും. മറ്റനവധി ന്യൂസ് ചാനലുകൾ ഉണ്ടെങ്കിലും മലയാളികൾ ഇപ്പോൾ വാർത്ത കാണാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ രണ്ട് ചാനലുകളെയാണ്. ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച് വർഷങ്ങളുടെ പാരമ്പര്യവും അതിൻ്റെ വിശ്വാസ്യതയുമുണ്ട്. മറുവശത്ത് റിപ്പോർട്ടർ പ്രേക്ഷകരെ പിടിച്ചിരുത്താനായി എന്തും കാട്ടിക്കൂട്ടി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെതായ നേട്ടം അവരും കൊയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി ഈ രണ്ട് ചാനലുകൾ തമ്മിലാണ് പ്രധാന പോരാട്ടം. അത് റേറ്റിംഗിൽ ഒന്നാമതെത്താൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പോര് മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പറയുമ്പോൾ രണ്ട് ചാനലുകളും ഓരോ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും വാർത്തകൾ പുറത്തുവിടുകയാണ് എന്നൊക്കെ വിശദീകരിക്കാം. പക്ഷേ അത് പരസ്പരം അതിന്റെ മുതലാളിമാരെയാണ് ലക്ഷ്യമിടുന്നത് എന്നതിൽ തർക്കമില്ല. അല്ലെങ്കിൽ ആ നിലയിലാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഇന്ന് രാവിലെ 8 മണിക്ക് റിപ്പോർട്ടർ ചാനൽ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത ബ്രേക്ക് ചെയ്തു. അത് സംബന്ധിച്ച് ഇന്നലെ വൈകിട്ട് മുതൽ ആകാംക്ഷ ഉണർത്തുന്ന പരസ്യം ചാനലുകളിലെ മാധ്യമപ്രവർത്തകർ സോഷ്യൽ മീഡിയ വഴി നൽകുകയും ചെയ്തിരുന്നു. നാളെ രാവിലെ 8 മണിക്ക് റിപ്പോർട്ടർ ടി വി മറക്കാതെ കാണണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തോ വലുത് വരുന്നുണ്ട് എന്നുറപ്പായിരുന്നു. വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. അതൊരു സാമ്പത്തിക തട്ടിപ്പിന്റെ വാർത്തയാണ്. സംസ്ഥാന BJPയിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് പാർട്ടിയുടെ ദേശീയ നേതാവ് പദവിയിലിരിക്കുന്ന PC ജോർജ് തന്നെ ഒരു യോഗത്തിൽ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞതാണ് വാർത്ത. PC ജോർജ് മത്സരിച്ച പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ കോടികൾ ചെലവഴിക്കാൻ കൊടുത്തെങ്കിലും ഒന്നും കിട്ടിയില്ല എന്നാണ് ജോർജ് തുറന്നു പറയുന്നത്. പറഞ്ഞിരുന്ന പണം കിട്ടിയില്ല, അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനായി ചിലവായിട്ടില്ല എന്നതാണ് ജോർജിന്റെ പരാതിയെങ്കിൽ കാര്യം പക്ഷേ അവിടം കൊണ്ട് നിൽക്കുന്നില്ല. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മണ്ഡലത്തിൽ ചെലവാക്കാവുന്ന പരമാവധി തുക 40 ലക്ഷം രൂപയാണ്. ആ സ്ഥാനത്താണ് അതിന്റെ 10 ഇരട്ടിയിലധികം തുക BJP ചെലവഴിക്കാൻ അനുവദിച്ചത് എന്നതാണ് അതിലെ കാതലായ പ്രശ്നം. അടുത്തിടെ സംസ്ഥാന BJPയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഫണ്ട് തട്ടിപ്പുകളുടെ തുടർച്ചയായിട്ടുള്ള ഒരു വാർത്തയാണിതും. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു വാർത്ത റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്യുന്നതിന് പിന്നിൽ അതിന്റെ വാർത്താ പ്രാധാന്യത്തെക്കാൾ മറ്റു പലതുമുണ്ടെന്നത് വാസ്തവമാണ്. ഈ വാർത്ത സ്വാഭാവികമായും ചെന്നെത്തി നിൽക്കുക കേരളത്തിലെ BJP അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിലാണ്. രാജീവിനെ കുരുക്കാനുള്ള ഒരു നീക്കമായ വാർത്തയെ കാണാം. അതിന് എന്താണ് കാരണം? കഴിഞ്ഞ 4-5 ദിവസങ്ങളായി രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നമസ്തേ കേരളത്തിൽ ഇതുപോലെ ചില എക്സ്ക്ലൂസീവ് വാർത്തകൾ ബ്രേക്ക് ചെയ്തിരുന്നു. അതെല്ലാം മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളെ കുറിച്ചുമായിരുന്നു. ആ വാർത്തകളിലെ കേന്ദ്രബിന്ദു തങ്ങളുടെ എതിരാളികളായ റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിയായ ആൻഡോ അഗസ്റ്റിനും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന കമ്പനിയുമാണ്. തങ്ങൾക്കെതിരെ വാർത്ത കൊടുത്താൽ നിങ്ങൾക്കെതിരെ ഞങ്ങളും വെടിപൊട്ടിക്കും എന്ന ലൈനിലാണ് ഇന്ന് റിപ്പോർട്ടർ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ടു ചാനലുകളും മത്സരിച്ച് അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വരുമല്ലോ എന്നാണ് ഇത് കണ്ടിരിക്കുന്നവർ പറയുന്നത്. ഇവരിങ്ങനെ തമ്മിലടിക്കുന്നത് ഇതാദ്യ സംഭവമല്ല. ഏതാനും മാസം മുൻപും ഈ രണ്ട് ചാനലുകളുടെയും മുതലാളിമാർ ഇങ്ങനെ പൊതുസമൂഹത്തിൽ പരസ്യമായി ഏറ്റുമുട്ടുന്നത് കേരളം കണ്ടതാണ്. അന്നും മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തയിലെ ക്രമക്കേടുകൾ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ് റിപ്പോർട്ടറിനെ പ്രകോപിപ്പിച്ചത്. അതിനു ബദലായി രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ 313 കോടി രൂപയുടെ ഭൂമി കുംഭകോണം നടത്തിയെന്ന വാർത്തയാണ് റിപ്പോർട്ടർ ചാനൽ നൽകിയത്. BPL കളർ ടെലിവിഷൻ ട്യൂബുകളും ബാറ്ററികളും നിർമ്മിക്കാനായി കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് കർഷകരിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് ഏറ്റെടുത്ത് നൽകിയ ഭൂമി വൻതുകയ്ക്ക് പണയം വെച്ച് പണം തട്ടിയെന്നതാണ് കേസ്. എന്നാൽ തനിക്ക് ബന്ധമില്ലാത്ത BPL എന്ന സ്ഥാപനത്തിന്റെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെടുത്തിയതിനെതിരെ രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ TVക്കെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകി. ഇതിന് റിപ്പോർട്ടറും മറുപണി കൊടുത്തു. മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ ചമച്ചെന്ന് കാട്ടി 150 കോടിയുടെ മാനനഷ്ട കേസാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമയായ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ 15 പേർക്കെതിരെ ആൻഡോയും കൂട്ടരും അന്ന് നൽകിയത്. അങ്ങനെ വാർത്താരംഗത്തെ ആരോഗ്യപരമായ ഏറ്റുമുട്ടലിനും അപ്പുറം രണ്ട് ചാനലുകളും തമ്മിലുള്ള തമ്മിലടി രൂക്ഷമായി തുടരുന്നതാണ് കേരളം കാണുന്നത്. ഏതാണ് ഏറ്റവും മികച്ച വാർത്താ ചാനൽ എന്നതിനപ്പുറം രണ്ട് മുതലാളിമാരിൽ ആരാണ് ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ എന്ന് തുറന്നു കാട്ടാൻ പരസ്പരം നടക്കുന്ന ഒരു പോരാട്ടമായാണ് ആർക്കും തോന്നുക.